കൂട്ടുകാരെ, ഇനി നമുക്ക് കാടക്കോഴി 65 ഉണ്ടാക്കാം. വായോ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ മാവ് എടുത്തിട്ടുണ്ട്. 1.5 സ്പൂണോളം മുളക് പൊടി, 1.5 സ്പൂണോളം മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞത്, 1/2 സ്പൂണോളം ചെറുനാരങ്ങ, 2 ടീസ്പൂണോളം തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഒരു വലിയൊരു സ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് മിക്സ് ചെയ്യുക. ഇത് ഈ പരുവായിരിക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ 5 കാടക്കോഴിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പം അത് അങ്ങനെ തന്നെ 65 ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്കിത് അങ്ങനെ തന്നെ മസാല പുരട്ടി വയ്ക്കാം. നന്നായി മസാല പുരട്ടിയ കാടക്കോഴി നമുക്ക് അരമണിക്കൂർ അടച്ചു വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം നന്നായി ചീനച്ചട്ടിയിലോട്ട് നിറയെ എണ്ണ ഒഴിച്ചിട്ട്, മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കാടക്കോഴി 65 റെഡി ആയിട്ടുണ്ട് മക്കളെ. അടിപൊളി ടേസ്റ്റാണ്. കാടക്കോഴി എല്ലാം വറുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് വറുത്തെടുത്ത് ഈ കാടക്കോഴി വറുത്തതിൻ്റെ മേലെ ഒഴിക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, നല്ല കറുമുറുന്നിനെ കടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സിമ്പിളായിട്ടുള്ള കാടക്കോഴി 65, സാധാ കോഴിയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കാടക്കോഴിയിൽ നിന്ന് ചെയ്തു എന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ. ആദിലക്ഷ്മി കിച്ചന് വേണ്ടി കാണാം. ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ ഇനി പുതിയ വീഡിയോസ് ആയിട്ട് വരാട്ടാ. ബൈ ഫ്രണ്ട്സ്.